ഹായ് ഗൈസ്, എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം കടന്നുപോയത്. 2024 തുടങ്ങിയതും അവസാനിച്ചതും ഒരുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളിതാ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാനായി. അപ്പോൾ ഈ ഒരു വർഷം എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2024 എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വെരി വെരി സ്പെഷ്യൽ ഇയർ ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ മൊത്തത്തിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഐ ഗോട്ട് മാരീഡ്. എനിക്കൊരു നല്ലൊരു ഹസ്ബൻഡിനെ കൂടെ കിട്ടി. പിന്നെന്താ, എൻ്റെ കരിയറിലാണെങ്കിലും എൻ്റെ ഫസ്റ്റ് ജോബ് ഇൻ ദുബായ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2024 ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നൊരു വർഷമാണ് 2024. ഞാനങ്ങനെ വേറൊരു കൺട്രിയിലേക്ക് മൂവിനായി എൻ്റെ ഔട്ട് ഓഫ് ദ ഷെൽ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ വന്നൊരു വർഷമാണ് 2024. ഇനി 2025 പോകുമ്പോൾ പുതിയ കുറേ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ കരിയറിലും പേഴ്സണൽ ലൈഫിലൊക്കെ ഒരുപാട് ഡ്രീംസ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. അതൊക്കെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ റൈറ്റ് വേ ഫാമിലിയുടെ അനുഭവങ്ങളും കൂടെ ഒന്ന് കേൾക്കാം. ഷനിത് സർ, അപ്പോൾ നമ്മളിവിടെ 2024 അവസാനിക്കുകയാണ്. 2024 എക്സ്പീരിയൻസുകളൊന്നും അറിയണം. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ആളുകളായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റും. പുതിയ എന്താ പറയുക, പുതിയ കസ്റ്റമേഴ്സ്, പുതിയ കമ്പനീസ്, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്, പോസിറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ 2025 അതുപോലെ കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നെഗറ്റീവുകൾസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നമ്മുടെ അടുത്ത ഒരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് മാത്രം കണക്കാക്കുന്നു. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ. ഒന്നും നമ്മൾ പിന്നീട് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക. അത് 2024 കഴിയുമ്പോഴേക്ക് ഞാൻ എന്തോ കാര്യങ്ങൾ ചെയ്യാതെ പോയി എന്നായിരിക്കും തോന്നാൻ പാടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് 2025 ക്ലിയർ ചെയ്ത് എല്ലാവർക്കും സക്സസ് ആയൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. റംഷി, അങ്ങനെ 2024 കഴിയാണ്. അപ്പോൾ ഈ ഒരു വർഷം റംഷിയുടെ അനുഭവങ്ങൾ നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, 2024 എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വർഷം തന്നെ ആയിരുന്നു. കാരണം ഒരു 2-3 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നടന്നൊരു വർഷം തന്നെ ആയിരുന്നു 2024. കരിയർ ആണെന്നുണ്ടെങ്കിലും വർക്ക് ലൈഫ് ബാലൻസും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്കതിൽ കുറച്ച് കൂടുതൽ എഫേർട്ടും ഇടേണ്ടി വന്നിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ലൈഫ് കുറച്ചും കൂടി ഒരു ബിസിയായി, കുറച്ച് മീ ടൈമൊക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദി ഇയർ നോക്കുമ്പം ആ ഒരു റിസൾട്ടിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പുതിയൊരു പ്ലാറ്റ്ഫോമാണ്, ദുബായിൽ എൻ്റെ ഫസ്റ്റ് ജോബാണ് എൻ്റെ കരിയറിൽ തന്നെ. അപ്പം എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്ക് കിട്ടി. കുറേ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഈ വർഷം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ദെൻ 2025 നോക്കുമ്പോഴും ഇത്രത്തോളം നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എനിക്കൊരു 2024 കിട്ടിയൊരു പാടുണ്ട്. നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താലും എന്താ പറയുക, റിസൾട്ടിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി കോംപ്രമൈസ് ചെയ്താലും എൻഡ് ഓഫ് ദ റിസൾട്ട് നല്ല ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അതുകൊണ്ട് ഹാപ്പിയാണ്. പിന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2024 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നീക്ക് ഈ 2024 എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ 2025 എക്സ്പെക്റ്റേഷൻസും ഒന്ന് ഷെയർ ചെയ്യണം. 2024 എന്നെ സംബന്ധിച്ച് ബോത്ത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഞാൻ കേരളത്തിൽ നിന്ന് മാറി UAE വന്നു. ഇവിടെ റൈറ്റ് വേയിൽ ജോയിൻ ചെയ്തു. അതാണ് എൻ്റെ പോസിറ്റീവായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. നെഗറ്റീവ് എന്ന് പറയാനാണെങ്കിൽ ആരെയും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യരുതെന്ന് പഠിച്ചൊരു വർഷമാണ് ഞാനിത്. അത് തന്നെയാണ് എനിക്കൊന്ന് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്സും അത് തന്നെയാണ്. ഈ വർഷം വന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ് അത് തന്നെയാണ്. 2025 എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. സോ എൻ്റെ കരിയർ ഗ്രോത്ത് ആണ് എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഹായ് ശ്രീലക്ഷ്മി. ഹായ് നാദി. 24 അങ്ങനെ കഴിയുകയാണല്ലേ, നമ്മൾ 25 കടക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു 2024 എക്സ്പീരിയൻസസ്? 2024 എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഇയറാണ്. കാരണം ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ചേഞ്ചസ് വന്നു. ഐ ഗോട്ട് എൻഗേജ്ഡ്. പിന്നെന്താ, കുറേ റെസ്പോൺസിബിലിറ്റീസ് കൂടി. ഇങ്ങനെ മൊത്തത്തിലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു, അതെ,
അപ്പൊ ഇനി 2025 പോകുമ്പോൾ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാരേജാണ്, അപ്പം അറിയില്ല എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കുറച്ചുകൂടെ നല്ലതാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും നല്ലതാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ പ്രതീക്ഷകൾ പോലെ എല്ലാ കാര്യങ്ങളും നല്ലതാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഭാവന, ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു 2024 ഭാവനയ്ക്ക് മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് ആയിട്ട്? 2024 ഒരുപാട് അതിജീവനത്തിൻ്റെ ഒരു വർഷമായിരുന്നു 2024. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പോസിറ്റീവ് എന്ന് വെച്ചാൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. അത് വലിയൊരു പോസിറ്റീവായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പോസിറ്റീവ് 2024. അപ്പൊ ഇനി 2025 പോകുമ്പോൾ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? 2025 എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ നല്ലൊരു കരിയർ ഗ്രോത്ത്, നല്ലൊരു കരിയർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ എല്ലാ പ്രോബ്ലംസും എന്നാലും ഫേസ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, ഹാപ്പി ആയിട്ട്. ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. ഹാപ്പി ന്യൂ ഇയർ. ശ്രുതി, അപ്പോൾ 2024 കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വർഷത്തിലേക്കാണ്. അപ്പോൾ ഈ 2024 ശ്രുതിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? 2024 കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് കുറേ റെസ്പോൺസിബിലിറ്റീസ് ലൈഫിലേക്ക് വന്നു. ഈ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് നല്ല എൻജോയ് ചെയ്ത ഒരു വർഷം തന്നെയായിരുന്നു 2024. അപ്പോൾ ഇനി 2025 പോകുമ്പോൾ എന്ത് അഡ്വൈസാണ് ശ്രുതിക്ക് സ്വന്തവും പിന്നെ മറ്റുള്ളവരോടുമായിട്ട് പറയാനുള്ളത്? ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിൾ വന്നാലും ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി എല്ലാം നേരിട്ട് കീപ് മൂവ് ഓൺ. ദാറ്റ്സ് ബെറ്റർ വേ ടു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മിനു, അപ്പോൾ നമ്മൾ 2024 അവസാനിക്കുകയാണ്. നാളെ തൊട്ട് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം മിനുവിന് എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസസ്? 2024 വലിയ പ്രശ്നമൊന്നുമില്ലാതെ സമാധാനത്തോടെ കൊച്ചു സങ്കടങ്ങളോടുകൂടിയൊക്കെ പോയി. ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ പുതിയൊരു രാജ്യത്തെത്തി നല്ലൊരു ജോലി കിട്ടി, നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെന്താണ്, പേരൻസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 2025 പോകുമ്പോൾ എന്തൊക്കെയാണ് ഹോപ്സ്, വിഷസ്, എക്സ്പെക്ടേഷൻസ്? 2024 മെയിനായിട്ട് ഇപ്പം നമ്മുടെ വീട് പണി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. 2025 അത് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, നല്ല രീതിയെല്ലാം നടക്കട്ടെ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അത്ര തന്നെ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹായ് ഹത്താബ്, Hi. ഹൗ ആർ യു? Good. അപ്പോൾ നമ്മൾ 2024 തീരുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു വർഷം? വളരെ നല്ലൊരു വർഷമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല ഫ്രണ്ട്സ് കിട്ടി, ഫാമിലീസ് സപ്പോർട്ടൊക്കെ ഉണ്ടായി. നോ പ്രോബ്ലം. അപ്പോൾ ഇനി 2025 പോകുമ്പോൾ നിനക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? ആഗ്രഹം കുറേ ഉണ്ട്. എവറിത്തിങ് വിൽ ബി ഹോപ്പ് എവറിത്തിങ് വിൽ ബി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. Happy